കഴിഞ്ഞ ദിവസം ഗോവയിൽ നാവികസേന ഹെലികോപ്റ്റർ തകർന്ന് മരണമടഞ്ഞ ഹരിപ്പാട് മുട്ടം കോപ്രായത്ത് വീട്ടിൽ ഹരീഷ് കൃഷ്ണന്റെ മൃതദേഹം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. തിങ്കളാഴ്ച രാവിലെ ഗോവയിലുണ്ടായ അപകടത്തിൽ ഹരികൃഷ്ണൻ അടക്കം 3 പേരാണ് മരണമടഞ്ഞത്. വിമാനമാർഗം കൊച്ചിയിലെത്തിച്ച മൃതദേഹം ഉച്ചയ്ക്ക് 12 മണിയോടെ പള്ളിപ്പാടെത്തിച്ചു. തുടർന്ന് ഹരികൃഷ്ണൻ പഠിച്ച നടുവട്ടം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. അന്ത്യോപചാരം അർപ്പിക്കാൻ സുഹൃത്തുക്കളും നാട്ടുകാരും ബന്ധുക്കളും അടക്കം നിരവധി പേർ സ്കൂളിൽ തടിച്ചുകൂടിയിരുന്നു. 12:30യോടെ വിലാപയാത്രയായി മൃതദേഹം മുട്ടം കൊപ്പാരത്ത് വീട്ടിലെത്തിച്ചു. ഹരികൃഷ്ണനെ ഒരു നോക്ക് കാണാൻ ഇവിടെയും വൻ ജനാവലി തടിച്ചുകൂടിയിരുന്നു. കൂട്ട നിലവിളികൾക്കിടയിലും എന്താണ് നടക്കുന്നതെന്നറിയാതെ ഹരികൃഷ്ണന്റെ 8 മാസം പ്രായമുള്ള മകൾ നിഹിത അന്ത്യോപചാരം അർപ്പിക്കാനെത്തിയത് കരളലിയിക്കുന്ന കാഴ്ചയായി മാറി. 15 വർഷത്തെ സേവനം പൂർത്തിയാക്കി അടുത്ത വർഷം ആദ്യത്തോടെ വിരമിക്കാനിരിക്കുകയായിരുന്നു ഹരീഷ്. വിമുക്ത ഭടൻ ഹരികുമാരൻ പിള്ളയുടെയും പരേതയായ ഗീതാ പിള്ളയുടെയും മകനാണ്. ഭാര്യ നിഷ. വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ അന്ത്യോപചാരം അർപ്പിക്കാൻ വീട്ടിലെത്തിയിരുന്നു. വൈകുന്നേരത്തോടെ ഔദ്യോഗിക ബഹുമതികളോടെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു.